ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സസ് ഹബിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നമുക്കിന്ന് ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ വൈറ്റൽ സൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബോഡി ടെമ്പറേച്ചർ, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ നടക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ടെമ്പറേച്ചറിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്, എങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ടെമ്പറേച്ചർ ലോസ് ആകുന്നുണ്ട്, എങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ അസസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് ഹീറ്റ് മെയിൻറ്റെയിൻ ബൈ ദ ബോഡിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഹീറ്റ് ലോസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആവുന്ന ഹീറ്റിൻ്റെയും തമ്മിലുള്ള ഒരു ബാലൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ടും 2 മെക്കാനിസത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോജെനസിസ്. തെർമോ റിലേറ്റഡ് ടു ഹീറ്റ് ആൻഡ് ജെനസിസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. അപ്പോൾ തെർമോജെനസിസ് എന്താണ്? എ കെമിക്കൽ റെഗുലേഷൻ ബൈ ഹീറ്റ് പ്രൊഡക്ഷനാണ് തെർമോജെനസിസ് എന്ന് പറയുന്നത്. ഇനി തെർമോലൈസിസ് എന്താണ്? ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. ഈ ഫിസിക്കൽ റെഗുലേഷൻ ബൈ ഹീറ്റ് ലോസ് ആണ് തെർമോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ചോദിക്കാവുന്ന 3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോജെനസിസ് എന്താണ്, തെർമോലൈസിസ് എന്താണ്, നമ്മുടെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ ഏതാണ്? ഇത് 3 നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ് ഓഫ് പ്രൊഡ്യൂസിങ് ഹീറ്റ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് ഫുഡ്. നമ്മുടെ ഫുഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നിവ മെറ്റബോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് 4 കാലറി ഹീറ്റാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സബ്സീക്വൻ്റ്ലി 1 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ ഗിവ്സ് ടു 4 കാലറി ഓഫ് ഹീറ്റ് ആൻഡ് 1 ഗ്രാം ഫാറ്റ് ഗിവ്സ് ടു 9 കാലറി ഓഫ് ഹീറ്റ്. അതാണ് ഓക്സിഡേഷൻ ഓഫ് ഫുഡിൽ വരുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഫുഡ്. നമ്മൾ ഫുഡ് കഴിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ആ എനർജി നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചറായിട്ട് റൈസ് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും ബേസ് ചെയ്തിട്ടല്ല. അഥവാ ഇത് സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ ഫുഡ് ഓൺ ബേസൽ മെറ്റബോളിസം. അതുകൊണ്ടാണ് നമ്മുടെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു വേ ആയിട്ട് പറയുന്നത്. ദെൻ ഇതിനെ നമ്മൾ അഥവാ പറയുന്നത് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്. ഓരോ ഫുഡിൻ്റെയും സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരീസ് അക്കോർഡിംഗ് ടു ദ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് മാറുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫാറ്റിൻ്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ആണെങ്കിൽ 4% ആയിരിക്കും, കാർബോഹൈഡ്രേറ്റിൻ്റെതാണെങ്കിൽ 5 to 6%, പ്രോട്ടീൻ്റെതാണെങ്കിൽ 30%, മിക്സ്ഡ് ഡയറ്റിൻ്റെതാണെങ്കിൽ 12%. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ആണ്. എക്സസൈസ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഡ്യൂറിങ് എക്സസൈസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫാസ്റ്റർ ദാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആവുന്ന ഹീറ്റിനേക്കാളും കൂടുതലായിരിക്കും ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇമോഷൻസ് ആണ്. സ്ട്രോങ് ഇമോഷൻസ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, ആങ്സൈറ്റി, നെർവസ്നെസ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നു. കാര്യം ഇത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മുടെ ഗ്ലാൻസിന് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതിലോട്ട് ലീഡ് ചെയ്യുന്നു. അങ്ങനെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ എഫക്റ്റാണ്. ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ദ അഡ്രിനൽ ഗ്ലാൻഡ് റൈസസ് ദ ബോഡി ടെമ്പറേച്ചർ. അപ്പം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെയും അഡ്രിനൽ ഗ്ലാൻഡിൻ്റെയും സെക്രീഷൻസ് കൂടുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഹൈ ആവുന്നുണ്ട്.
അടുത്ത ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. സഡൻ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നുണ്ട്. അതായത് ഹൈ റൂം ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ബോഡി ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഇൻക്രീസ്ഡ് ആയിരിക്കും, ബിക്കോസ് ഡ്യൂ ടു ദ പ്രിവെൻഷൻ ഓഫ് ഇവാപ്രേഷൻ പ്രോസസ്സ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കണ്ടീഷൻസ്. ഫീവർ ഓർ പൈറക്സിയ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയൽ ഇൻവേർഷൻ. ബാക്ടീരിയൽ ഇൻവേർഷൻ കാരണം ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഓഫ് ദ ബോഡി എഗെയിൻസ്റ്റ് ഇൻവേഡിങ് ബാക്ടീരിയ. നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് എതിരെ നമ്മുടെ ബോഡിയിലുള്ള ഒരു നാച്ചുറൽ ഡിഫൻസ് ആയിട്ട് ഈ ഫീവർ ഓർ പൈറക്സിയ ഉണ്ടാകുന്നുണ്ട്. ഇനി ചില സാഹചര്യത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ലീപ്പ്. ഡ്യൂറിങ് സ്ലീപ്പ് ദ ബോഡി ടെമ്പറേച്ചർ ഈസ് ലെസ് ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷൻ ഈസ് ലെസ്. അപ്പം സ്ലീപ്പ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നൊരു ഫാക്ടറാണ്. അടുത്തത് ഫാസ്റ്റിങ്. അതുപോലെ തന്നെ ലോങ് ടേം ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ളവർക്കും ലോവേർഡ് വൈറ്റാലിറ്റി ഉള്ളവർക്കും ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ഹീറ്റ് ലോസ് ആകുന്നതെന്ന് നോക്കാം. മെയിനായിട്ടും 4 ഓർഗൻസ് ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നാണ്. സ്കിന്ന് ഒരു വൈറ്റൽ റോളായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് മേജർ ലോസ് നടക്കുന്നത് ത്രൂ സ്കിന്നിലൂടെയാണ്. മെയിനായിട്ടും നമ്മുടെ സ്കിന്നിലൂടെയുള്ള ഹീറ്റ് ലോസിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആവുന്ന സമയത്ത് ഹൈപ്പോതലാമസിലോട്ട് എൻ്റർ ചെയ്യുന്ന ബ്ലഡും വാം ബ്ലഡ് ആയിരിക്കും. നമ്മുടെ ഹൈപ്പോതലാമസ് എപ്പോഴും ഹീറ്റിൻ്റെ വേരിയേഷൻസിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റാപ്പിഡായിട്ട് ഇമ്പൾസസ് സ്കിന്നിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇമ്പൾസസ് സ്കിന്നിലോട്ട് എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടെ വാസോ ഡയലേഷൻ സംഭവിക്കുന്നുണ്ട്. വാസോ ഡയലേഷൻ സംഭവിക്കുമ്പോൾ കൂടുതൽ ബ്ലഡ് സ്കിന്നിലോട്ട് എത്തുകയും കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇവാപ്രേഷൻ ആൻഡ് റേഡിയേഷൻ ഈ 4 പ്രോസസ്സ് വഴി സ്കിന്നിലൂടെ ഹീറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കണ്ടക്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വയ ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഇൻ ഇറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ 2 ഒബ്ജക്റ്റിലെയും ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലൊരു കൊളിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബോട്ടിൽസ് മെയ്ഡ് ചെയ്യുന്നത് റബ്ബർ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് വാട്ടർ ബോട്ടിൽ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിലെ ആപ്ലിക്കേഷനാണ്. പക്ഷേ നമ്മൾ ഹോം സെറ്റിങ്സിൽ വരുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഹാൻഡിൽ, അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് സമയത്ത് വൂളൻ ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഹോം സെറ്റിങ്സിലെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തത് കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ കൺവെക്ഷൻ ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫ്ലൂയിഡ്സ് ഫ്രം വൺ പാർട്ട് ടു അനദർ ഡ്യൂ ടു ബോഡിലി മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ് ബോട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡേറ്റീവ് ബാത്ത് ഫോർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ്. അതുപോലെ തന്നെ സ്റ്റീം ഇൻഹലേഷനും കൊളോണിക് ഇറിഗേഷനും ഈ കൺവെക്ഷൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് റേഡിയേഷൻ. റേഡിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ഹീറ്റിംഗ് ദ ഇൻ്റർമീനിങ് മീഡിയം. മീഡിയത്തിന് ഒരു എഫക്റ്റ് സംഭവിക്കാണ്ട് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലോട്ട് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹീറ്റ് ലോസ് സ്കിന്നിലൂടെ പോകുന്നത് റേഡിയേഷൻ വഴിയാണ്. അപ്പോൾ സ്കിന്നിലൂടെയുള്ള ഹീറ്റ് ലോസ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ത്രൂ ദ കിഡ്നീസ്. ദ കിഡ്നീസ് സെക്രീറ്റ് യൂറിൻ വിച്ച് ഈസ് വാംഡ് ബൈ ദ ഹീറ്റ് ടേക്കൺ ഫ്രം ദ ബോഡി. ആസ് ദ യൂറിൻ ഈസ് എക്സ്ക്രീറ്റഡ് ദ ഹീറ്റ് ഈസ് ആൾസോ ലോസ്റ്റ് ഫ്രം ദ ബോഡി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ദ ബവൽസ്. ഇനി അടുത്തൊരു മെയിൻ ഓർഗനാണ് ലങ്സ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഈ എയർ ലങ്സിലെത്തുകയും അവിടെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് വാം എയറായിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതുവഴിയും ഹീറ്റ് ലോസ് നമ്മുടെ ബോഡിയിൽ നടക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് നോർമൽ വേരിയേഷൻ ഇൻ ദ ബോഡി ടെമ്പറേച്ചർ എന്ന് നോക്കാം. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ 97 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഇനി അത് സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 36.1 ഡിഗ്രി സെൽഷ്യസ്
ടു 37.2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ഓഫ് ദ ഡേ. മോർണിംഗിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറവും ഈവനിങ്ങിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ചൊന്ന് റൈസും ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് മന്ത്, അതായത് മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ഫാൾ ആവുന്നുണ്ട്. അതിനുശേഷം ഓവുലേഷൻ നടക്കുന്നു. 14th ഡേയിൽ ഓവുലേഷൻ നടക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഈ ടെമ്പറേച്ചർ ഗ്രാജ്വലി റൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഇതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ബോഡി ടെമ്പറേച്ചർ കുറയുകയും ഓവുലേഷൻ നടന്നിട്ട് അതിനുശേഷം ഗ്രാജ്വലി റൈസ് ചെയ്ത് നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അതിൻ്റെ പീക്കിലും എത്തുന്നുണ്ട്. ഇനി അടുത്തത് ഏജ് ഓഫ് ദ പേഴ്സൺ. ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ഏജ് മാറുന്നതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ട്. യങ്ങർ പീപ്പിൾ ആണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലും ഓൾഡർ പീപ്പിൾ ആണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറവുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോഡി ടെമ്പറേച്ചർ അസസ് ചെയ്യുന്ന ബോഡി പാർട്ടിനെ അനുസരിച്ചിരിക്കും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ. അതായത് ഓറൽ ടെമ്പറേച്ചറാണ് നോക്കുന്നതെങ്കിൽ അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റും റെക്ടൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് 99.6 ഡിഗ്രി ഫാരൻഹീറ്റും ആക്സിലറി ടെമ്പറേച്ചർ ആണെങ്കിൽ അത് 97.6 ഡിഗ്രി ഫാരൻഹീറ്റും ആയിരിക്കും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ റെക്ടൽ ടെമ്പറേച്ചർ എപ്പോഴും ഓറൽ ടെമ്പറേച്ചറിനേക്കാളും 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലും ആക്സിലറി ടെമ്പറേച്ചർ എപ്പോഴും ഓറൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 1 ഡിഗ്രി കുറവുമായിരിക്കും. ഇനി അടുത്തത് ഇമോഷൻസ്. സ്ട്രോങ് ഇമോഷൻസ് വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചറിൽ ഓൾട്ടറേഷൻ സംഭവിക്കുന്നുണ്ട്. എന്നാൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുകയും റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റിങ്, ഒരു 8 തൊട്ട് 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുകയും കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന സെർട്ടൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തുടർന്നും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ബൈ, ടേക്ക് കെയർ.